വീറും വാശിയും നിറഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറേ ദിവസങ്ങളായി നമ്മൾ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ വോട്ടെണ്ണൽ ആരംഭിച്ചു. ഏകദേശം ഫലസൂചനകൾ വന്നു തുടങ്ങി. പോസ്റ്റൽ വോട്ടുകൾ മുതൽ BJP തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ആദ്യ ഫലസൂചനകൾ വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട AAP നേതാക്കളെല്ലാം തന്നെ പിന്നിൽ നിൽക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതീഷി മർലേന, അതുപോലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ വളരെയധികം പിന്നിലാണ്. BJP ആണ് അവിടെ മുന്നേറുന്നത്. AAP, BJP, കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് തലസ്ഥാനം വേദിയായത്. എങ്കിലും ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ AAPയുടെ ശവക്കല്ലറ ഒരുക്കുകയായിരുന്നു. ഇതിന് ആരെയും കുറ്റം പറയാൻ കഴിയില്ല. തീർത്തും AAPയുടെ കളികളാണ് ഇത്തരത്തിലെത്തിച്ചത്. അവരുടെ അഴിമതി നിറഞ്ഞ ഭരണമാണ് AAPയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ഇന്നേക്ക് ഇല്ലാതാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, AAP പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. 2013 മുൻപ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദേശീയ ഭരണം നടത്തുന്നത് മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയും, അതുപോലെ ദില്ലിയിൽ ഭരണം നടത്തിയിരുന്നത് ഷീലാ ദീക്ഷിത് എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയുമായിരുന്നു. വളരെ വ്യക്തമായി RSSന്റെ പിന്തുണയോടുകൂടി അണ്ണാ ഹസാരെ എന്ന ഒരു മനുഷ്യന്റെ പിന്തുണയും തേടി അദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തിന് പിന്നിലൊളിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് നമുക്കെല്ലാം നന്നായി അറിയാം. അദ്ദേഹം പറഞ്ഞത് തന്നെ ഇന്ത്യയെ അഴിമതി മുക്തമാക്കണം, കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഇന്ത്യയെ രക്ഷപ്പെടുത്തണം, ദില്ലിയെ രക്ഷപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അണ്ണാ ഹസാരെ ഇന്ത്യ ഭരിക്കുന്ന മൻമോഹൻ സിംഗിനെതിരെ സമരം നടത്തിയപ്പോൾ ദില്ലിയിൽ ഷീലാ ദീക്ഷിത്തിനെതിരെ സമരം നടത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ കടന്നു വന്നത്. അവരുടെ ചിഹ്നം നോക്കിയാൽ തന്നെ നമുക്കറിയാം, ചൂലാണ്. ചൂലെന്ന് പറഞ്ഞാൽ ദില്ലിയെ അഴുക്കിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ള ഒറ്റ പ്രഖ്യാപനത്തോടു കൂടിയാണ്, അഴിമതിയിൽ നിന്നും തുടച്ചു നീക്കാനാണ് അവർ ചൂലുമായി വന്നിരിക്കുന്നത്. പക്ഷേ 11 വർഷം കഴിയുമ്പോഴേക്കും അരവിന്ദ് കെജ്രിവാൾ അഴിമതിയുടെ ഏറ്റവും വലിയ നായകനായി തിഹാർ ജയിലിൽ കിടന്ന് ഇപ്പോൾ അവസാനം പുറത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് AAP അധികാരത്തിലെത്തിയത്. എന്നാൽ ഇക്കുറി പുറത്തു വന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും BJPയുടെ വിജയം പ്രവചിച്ചത് നമ്മൾ കണ്ടു. അതിന് ഒത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഫലങ്ങളും പുറത്തു വരുന്നത്. ഇതോടെ 27 വർഷത്തിന് ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവിനാണ് BJP ദില്ലിയിൽ തയ്യാറായിരിക്കുന്നത്. 19 എക്സിറ്റ് പോളുകളിൽ 11 എണ്ണവും BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവചിച്ചപ്പോൾ 4 എണ്ണത്തിൽ AAP കടന്നുകൂടി. പക്ഷേ AAPയുടെ എല്ലാ വാക്കുകളും പൊള്ളയായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം. 15 വർഷത്തിന് ശേഷമുള്ള തങ്ങളുടെ തിരിച്ചുവരവിന് ഇന്ന് ഡൽഹി സാക്ഷിയാകുമെന്ന് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുവെങ്കിലും അതും നടന്നില്ല. ഇപ്പോൾ തീർച്ചയായും BJP എന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കൈകളിലേക്ക് രാജ്യത്തിന്റെ തലസ്ഥാനത്തെ ഏൽപ്പിച്ചതിന്റെ ഒന്നാമത്തെ കാരണക്കാരൻ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. അഴിമതി നടത്തിയിട്ടില്ല എന്ന് ജനങ്ങളോടൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴും അഴിമതി കേസിൽ ഇവരൊക്കെ ജയിലിൽ കിടക്കുകയായിരുന്നു. 5 മാസം ജയിലിൽ കിടന്നയാളാണ് അരവിന്ദ് കെജ്രിവാൾ മദ്യനയത്തിന്റെ പേരിൽ. അതേ മദ്യനയത്തിന്റെ പേരിലാണ് 16 മാസത്തിലധികം ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ജയിലിൽ കിടന്നത്. ഇവരൊക്കെ തങ്ങൾ അഴിമതി നടത്തിയിട്ടില്ല എന്നും BJP തങ്ങളോട് പകരം വീട്ടുകയാണെന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരുന്നത്. ആ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴെല്ലാം സുപ്രീം കോടതിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇവരുടെ തട്ടിപ്പിനെ പറ്റി. അതുകൊണ്ട് തന്നെയാണ് 1.5 വർഷത്തോളം ജാമ്യം ലഭിക്കാതെ ഒരു ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടന്നത്. അതുപോലെ തന്നെയാണ് 5 മാസം ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്നത്. തിഹാർ ജയിൽ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കല്ല, ഇപ്പോൾ തട്ടിപ്പ് നടത്തുന്ന മഹാകള്ളന്മാർക്ക് കിടക്കാനുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ കിടന്നു വന്നിട്ടാണ് ഞങ്ങൾ അഴിമതി നടത്തിയിട്ടില്ല എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ ആ AAPയും അവരുടെ നേതാക്കളും നടത്തിയ അഴിമതിയുടെ ഫലം തന്നെയാണ് ഇന്ന് രാജ്യ തലസ്ഥാനം BJPയുടെ കൈകളിലേക്ക് വെച്ചുകൊടുക്കാൻ തയ്യാറായിരിക്കുന്നത്. കോൺഗ്രസ് ഒരിക്കലും അഴിമതി നടത്തിയിട്ടല്ല പുറത്തുപോയത്. ഷീലാ ദീക്ഷിത് ഒരു അഴിമതിയും നടത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയും ആയിരുന്നില്ല. പക്ഷേ അവർക്ക് അഴിമതിയുണ്ട്, അവരുടെ കാലഘട്ടത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഷീലാ ദീക്ഷിത്തിനെ തോൽപ്പിച്ച് അവിടെ അധികാരത്തിലെത്തിയത്. പക്ഷേ
ഒരു വ്യാഴവട്ടം കഴിയുമ്പോഴേക്കും തീർച്ചയായും ഒരു ദൈവനിയോഗം പോലെ അഴിമതി കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി ഈ രാജ്യത്ത് ദില്ലിയുടെ മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സ്ഥാനമൊഴിയുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന് അഭിമാനിക്കാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. കോൺഗ്രസിനെ പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അധികാരത്തിലെത്തിയ ഒരാൾ അതേ അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ പോയി കിടന്ന് ദില്ലിയിൽ നിന്നും അടിച്ചോടിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നു. പക്ഷെ അവിടെ വിജയിച്ചു വന്നത് BJP എന്നുള്ളത് മാത്രം ആണ് രാജ്യത്തെ ഞെട്ടിക്കുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനം കൂടി BJPയുടെ കയ്യിലേൽപ്പിച്ച അരവിന്ദ് കെജ്രിവാളാണ് ഇന്നത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി.